Today we are going to see exceptions in Java language. Exceptions are runtime errors. By definition, we can say that it is an abnormal condition that arises in a code sequence during execution. റൺടൈമിൽ ജാവ കോഡിൽ ഉണ്ടാകുന്ന കോഡ് സീക്വൻസിൽ ഉണ്ടാകുന്ന അബ്നോർമൽ കണ്ടീഷൻ, നോർമൽ അല്ലാത്ത കണ്ടീഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ. ഇറ്റ് ഈസ് സിംപിളി എ റൺ ടൈം എറർ. റൺ ടൈം എററിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻസ്. വി നോ ദാറ്റ് errors can be generally divided into two types: compile time errors and runtime errors. രണ്ട് ടൈപ്പ് എറേഴ്സ് ആണ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള. ഒന്ന് കമ്പൈൽ ടൈം എറേഴ്സ്. കമ്പൈൽ ചെയ്യുമ്പോൾ കുറച്ച് സിൻറ്റാക്സ് എറേഴ്സ് കാണിക്കും, സിൻറ്റാക്സ് കറക്റ്റ് അല്ലെങ്കിൽ. അപ്പം അങ്ങനെയുള്ള സിൻറ്റാക്സ് എറേഴ്സ് ആണ്. ആ പ്രോഗ്രാം സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, സെമിക്കോളൻ ഇട്ടില്ല, അല്ലെങ്കിൽ ബോഡി ഡെഫിനിഷന്, ഇങ്ങനെയുള്ള സിൻറ്റാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എറേഴ്സിനെയും വിളിക്കുന്ന പേരാണ് കമ്പൈൽ ടൈം എറേഴ്സ് ഓർ സിൻറ്റാക്സ് എറേഴ്സ്. ഇത് കൂടാതെ രണ്ടാമത്തെ ടൈപ്പ് എറേഴ്സ് ആണ് റൺ ടൈം എറേഴ്സ്. സിൻറ്റാക്സ് എല്ലാം കറക്റ്റാണ്, കമ്പൈൽ ചെയ്ത് പോക്കെയാണ്, പക്ഷേ റൺ ടൈമിൽ എറേഴ്സ് സംഭവിക്കാം. ഫോർ എക്സാമ്പിൾ, ഇല്ലാത്ത അറേയിലേക്ക് അല്ലെങ്കിൽ അറേയുടെ ഇല്ലാത്ത ഇൻഡെക്സിലേക്ക് ഒരു എലമെൻറ്റ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഇല്ലെങ്കിൽ ഒരു അറേയുടെ 10 എലമെൻ്റ് ഉള്ള ഒരു അറേക്കകത്തു നിന്ന് നമ്മൾ 11ാമത്തെ ഇൻഡെക്സിൽ നിന്നും വാല്യൂ റീഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇല്ലാത്ത ഇൻഡെക്സിൽ നിന്ന് വാല്യൂ റീഡ് ചെയ്യുക, ഇല്ലാത്ത ഇൻഡെക്സിലേക്ക് വാല്യൂ പ്ലേസ് ചെയ്യുക, അതെല്ലാം റൺ ടൈമിലാണ് ആ എറേഴ്സ് കാണിക്കുന്നത്. അതൊക്കെ റൺ ടൈം എറേഴ്സാണ്. അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 0, ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ്റെ ഡിനോമിനേറ്റർ ഏതെങ്കിലും സമയത്ത് 0 ആകുന്നു. കമ്പൈൽ ടൈം പ്രശ്നമൊന്നുമില്ല, പക്ഷേ റൺ ടൈമിൽ 0 ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കറിയാം അത് ഇൻഫിനിറ്റിയാണ്, അത് മാത്തമാറ്റിക്സ് പോസിബിൾ അല്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ റൺ ടൈം എറേഴ്സ് വിൽ ഹാപ്പൻ ആൻഡ് ദ പ്രോഗ്രാം വിൽ ടെർമിനേറ്റഡ് ഓട്ടോമാറ്റിക്കലി. ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം വിൽ ടെർമിനേറ്റ് ഓട്ടോമാറ്റിക്കലി. പ്രോഗ്രാം എക്സിക്യൂഷൻ നിന്നിട്ട് സ്റ്റോപ്പ് ആവും. അപ്പം അങ്ങനെയുള്ള എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് റൺ ടൈം എറേഴ്സ്. അതായത് നമ്മുടെ ലോജിക്കിൻ്റെ പ്രശ്നമാണ്. സിൻറ്റാക്സ് എറേഴ്സ് അല്ല, നമ്മുടെ ലോജിക്കിൻ്റെ, പ്രോഗ്രാമറുടെ ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാക്കുന്ന എറേഴ്സാണ്. റൺ ടൈമിലെ അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള എറേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻസ്, റൺ ടൈം എറേഴ്സ്. When an exception occurs in a code sequence, an object of that exception class will create automatically and throw in that code sequence. ജാവയിൽ ഒരു റൺ ടൈമിൽ ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ, പല ടൈപ്പ് എക്സെപ്ഷൻസ് ഉണ്ട്, നമ്മൾ കാണും, ഉണ്ടായിക്കഴിഞ്ഞാൽ, റൺ ടൈം എറേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആൻ ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് എക്സെപ്ഷൻ ക്ലാസ് ടൈപ്പ് വിൽ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കലി. എല്ലാ റൺ ടൈം എക്സെപ്ഷൻസിനും ഇതുപോലെയുള്ള എറേഴ്സിനും അതിൻ്റേതായ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകളുണ്ട്. ജാവയിൽ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് ഉണ്ട് എല്ലാ എക്സെപ്ഷൻ ഓബ്ജക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഏത് എക്സെപ്ഷനാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അവിടെ ആൻ ഓബ്ജക്റ്റ് ഓഫ് ദാറ്റ് എക്സെപ്ഷൻ ക്ലാസ് ടൈപ്പ് വിൽ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കലി. ഡിവിഷൻ ബൈ 0 എറർ ഉണ്ടായാൽ അവിടെ അതിൻ്റെ അരിത്മെറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്, അരിത്മെറ്റിക് എക്സെപ്ഷൻ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൻ്റെ ഒരു ഓബ്ജക്റ്റ് തന്നെത്താനെ അവിടെ ക്രിയേറ്റ് ചെയ്യും റൺ ടൈം എക്സെപ്ഷൻ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഒരു എക്സെപ്ഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നർത്ഥം. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റൺ ടൈം എറർ വന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ആകും. ഏത് എക്സെപ്ഷനാണ് അവിടെ ഒക്കർ ചെയ്യുന്നത്, അതാത് എക്സെപ്ഷൻ്റെ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകൾ ജാവയിലുണ്ട്. ആ ക്ലാസ് ടൈപ്പ് ഓബ്ജക്റ്റാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്നിട്ട് അത് സംഭവിക്കുന്ന കോഡിൽ തന്നെ അതവിടെ ഓബ്ജക്റ്റ് അവിടെ ത്രോ ചെയ്യാമെന്ന് പറയും, അല്ലെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ പ്ലേസ് ചെയ്യപ്പെടും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ ആ എക്സെപ്ഷനെ ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ആ എക്സെപ്ഷനെ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ദ എക്സിക്യൂഷൻ ഓഫ് പ്രോഗ്രാം വിൽ ടെർമിനേറ്റ് ഓട്ടോമാറ്റിക്കലി. എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെത്താനെ ആ പ്രോഗ്രാം എക്സിക്യൂഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് അത് ടെർമിനേറ്റ് ചെയ്യും, എക്സിക്യൂഷൻ നിൽക്കും. എന്നിട്ട്
ജാവയിലാണെങ്കിൽ എക്സെപ്ഷൻ ഉണ്ടായാൽ അതിൻ്റെ ഡിഫോൾട്ട് ഹാൻഡിലർ ഉണ്ട്. ആ ഡിഫോൾട്ട് എക്സെപ്ഷൻ ഹാൻഡിലർ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മളെ കാണിക്കും. ഇന്ന ലൈനിൽ ഇൻ എക്സെപ്ഷൻ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും എവിടെ ഒരു റൺ ടൈം എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നു അവിടെ ആ എക്സെപ്ഷൻ ക്ലാസ് ടൈപ്പിലുള്ള ഒരു ഓബ്ജക്റ്റ് അവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ ഇൻ ജാവ there are predefined classes for all type exceptions. എല്ലാ ടൈപ്പ് എക്സെപ്ഷൻസിനും അതിൻ്റെതായ predefined ക്ലാസ്സുകളുണ്ട്. And the topmost class for all exceptions, എല്ലാ ടൈപ്പ് എക്സെപ്ഷൻസിൻ്റെയും ടോപ്പ് ക്ലാസിൻ്റെ പേരാണ് ത്രോവബിൾ, എറിയാവുന്നത് എന്നർത്ഥം. എക്സെപ്ഷൻ ഓബ്ജക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് അവിടെ എറിയപ്പെടുന്നു എന്നാണ് പറയുക. An object will be created and throw ഇൻ ദാറ്റ് കോഡ് സീക്വൻസ്, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ടോപ്പ് മോസ്റ്റ് ക്ലാസിൻ്റെ പേരാണ് ത്രോവബിൾ, എറിയപ്പെടുന്നത് എന്നർത്ഥമുള്ള ത്രോവബിൾ. ദിസ് ടോപ്പ് മോസ്റ്റ് ക്ലാസ് ഹാസ് ഇമ്മീഡിയറ്റ് 2 സബ് ക്ലാസ്സസ്. ഈ ടോപ്പ് മോസ്റ്റ് ക്ലാസ്സായ ത്രോവബിളിൻ്റെ കീഴിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ 2 സബ് ക്ലാസ്സുകളുണ്ട്. ദാറ്റ് ക്ലാസ്സസ് ആർ എക്സെപ്ഷൻ ആൻഡ് എറർ. 2 സബ് ക്ലാസ്സുകളാണ് ത്രോവബിളിനുള്ളത്. ഒരു സബ് ക്ലാസിൻ്റെ പേര് എക്സെപ്ഷൻ, രണ്ടാമത്തത് എറർ. ദ ഫസ്റ്റ് സബ് ക്ലാസ് എക്സെപ്ഷൻ, ദിസ് ഡീൽസ് വിത്ത് ദ ലോജിക്കൽ എറേഴ്സ്, ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് എറർ ഡീൽസ് വിത്ത് സിസ്റ്റം എറേഴ്സ്. ലോജിക്കലായിട്ടുള്ള റൺ ടൈം എറേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവിഷൻ ബൈ സീറോയോ അല്ലെങ്കിൽ അറേ ആയിട്ട് ബന്ധപ്പെട്ടോ, ഇല്ലെങ്കിൽ ഇതുപോലെ പല എറേഴ്സ് ഉണ്ട്. നമ്മൾ IO ഒക്കെ ഉപയോഗിക്കുമ്പോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ഉപയോഗിക്കുമ്പോഴോ നെറ്റ്വർക്ക് എന്തുപയോഗിച്ചാലും അവിടെയെല്ലാം എക്സെപ്ഷൻസ് വരും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രീ ഡിഫൈൻഡ് ക്ലാസ്സുകളും ഈ എക്സെപ്ഷൻ എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സുകളാണ്. ഇപ്പോൾ ടോപ്പ് മോസ്റ്റ് ക്ലാസ് ത്രോവബിളിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് 2 സബ് ക്ലാസ്സുകളാണുള്ളത്. ഒന്ന് ത്രോവബിൾ, 2 എറേഴ്സ്, എറർ ക്ലാസ്, exception and error. Throwable has 2 immediate subclasses called exception and error. Exception class deals with logical errors and this error class deals with system errors. പെട്ടെന്ന് കറണ്ട് പോവുക, മെമ്മറി കുറയുക, സ്റ്റാക്ക് ഓവർഫ്ലോ, മെമ്മറി കുറയുക, ഇങ്ങനെയുള്ള സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എറേഴ്സ് ഉണ്ടായാൽ പോലും അവിടെ റൺ ടൈം ഉണ്ടാകുന്ന ഓബ്ജക്റ്റുകൾ, റൺ ടൈം എക്സെപ്ഷൻസ് എല്ലാം എറർ ക്ലാസിൻ്റെ കീഴിലുള്ള ഓബ്ജക്റ്റുകളായിരിക്കും. ഇനി വി ആർ ഗോയിങ് ടു സ്റ്റഡി എക്സെപ്ഷൻ ഹാൻഡിലിംഗ് ടെക്നിക്സ്. എക്സെപ്ഷൻ ഹാൻഡിലിംഗ് ഈസ് എ മെക്കാനിസം used to prevent the automatic termination of a program when an exception occurs in a code sequence. ഒരു കോഡ് സീക്വൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കോഡ് സീക്വൻസുകളിൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്താൽ പോലും എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുക. ദാറ്റ് മെക്കാനിസം ഈസ് കോൾഡ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് മെക്കാനിസം. സോ an exception handling mechanism is a mechanism by which we can handle the exceptions without program termination. പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാതെ തന്നെ, എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യാതെ തന്നെ പ്രോഗ്രാമിൽ ഉണ്ടാകുന്ന റൺ ടൈം എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക. ആ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേരാണ് എക്സെപ്ഷൻ ഹാൻഡിലിംഗ് മെക്കാനിസം. വി ക്യാൻ ഹാൻഡിൽ എക്സെപ്ഷൻസ് യൂസിങ് 5 കീവേഡ്സ്. 5 കീവേഡ് ഉപയോഗിച്ചാണ് നമ്മൾ എക്സെപ്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. 5 കീവേഡ്സ്: ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ് ആൻഡ് ഫൈനലി. 5 കീവേഡ്സ് ആണ്. ട്രൈ, ക്യാച്ച്, ത്രോ, ത്രോസ് ആൻഡ് ഫൈനലി. ഫസ്റ്റ് കീവേഡ് ട്രൈ is used to monitor the statements whether an exception has occurred or not. നമുക്കറിയാം എവിടെയെങ്കിലും എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇപ്പം നമ്മൾ എന്തെങ്കിലും സയൻറ്റിഫിക് എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ അറേയൊക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ IO സ്ട്രീംസ് ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ ഡേറ്റാബേസ് ഉപയോഗിക്കുമ്പോൾ, ഇങ്ങനെ പല സമയത്ത് നമുക്ക് തന്നെ അറിയാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് ഇവിടെയാണ് ചാൻസ്. അല്ലാതെ ചുമ്മാ പ്രിൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിലോ ഒന്നും എക്സെപ്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പറയുന്ന കാര്യം അവിടെ പ്രിൻ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ലാത്ത ചില സ്റ്റേറ്റ്മെൻറ്റ്സിൽ എക്സെപ്ഷൻ ഒക്കർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നലുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പുട്ട് ഇൻസൈഡ് ട്രൈ ബ്ലോക്ക്.
അങ്ങനെയുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ട്രൈ ബ്ലോക്കിൻ്റെ അകത്താക്കും. സോ ട്രൈ ഈസ് എ കീവേഡ് യൂസ് ടു മോണിറ്റർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. മോണിറ്റർ ചെയ്യുക സ്റ്റേറ്റ്മെൻറ്റ്സിനെ, വെദർ ആൻ എക്സെപ്ഷൻ ഹാസ് ഒക്കർ ഓർ നോട്ട്. അപ്പം അങ്ങനെ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ട്രൈ ബ്ലോക്കിൻ്റെ അകത്താക്കും. ഇപ്പം ഇവിടെ ഇത് കണ്ടോ, ട്രൈ ബ്ലോക്ക്. ട്രൈ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ട്രൈ കീവേഡ് എഴുതുക, അതിന് ബോഡി ഡെഫിനിഷൻ കൊടുക്കുക. ഇതിൻ്റെ എഴുതുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൈ ബ്ലോക്കിലാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റ്സോ നമുക്ക് എഴുതാം. സോ ട്രൈ ഈസ് യൂസ് ടു മോണിറ്റർ ദ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പം എക്സെപ്ഷൻ ഉണ്ടാകുന്നുണ്ടോ, ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്യുവാണ് ട്രൈ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹാൻഡിലിംഗ് നടത്തുന്ന എന്തിനാണ്? പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യാതെ നമുക്ക് ഉണ്ടാകുന്ന റൺ ടൈം എറേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം, ഫിക്സ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഉണ്ടോ എന്ന് ഒരാൾ ശ്രദ്ധിക്കാൻ വേണം. അതാണ് ട്രൈ ബ്ലോക്ക് ചെയ്യുന്നത്. സെക്കൻഡ് കീവേഡ് ഈസ് ക്യാച്ച്. Catch is used to catch the exception object created in a code sequence immediately when it occurs. എപ്പോഴെങ്കിലും ഒരു എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായതിനെ പിടിച്ചെടുക്കുക എന്നുള്ള ജോലിയാണ് ക്യാച്ചിൻ്റേത്. പക്ഷെ ഞാൻ പറഞ്ഞു എക്സെപ്ഷൻ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ടൈപ്പ് ഓഫ് ക്ലാസ് ടൈപ്പ് ഓബ്ജക്റ്റ് ആണ് എക്സെപ്ഷൻ. അതുകൊണ്ട് തന്നെ പിടിച്ചെടുക്കുക അല്ലെങ്കിൽ റിസീവ് ചെയ്യപ്പെടുന്നത് ഒരു ക്ലാസ് ടൈപ്പിലുള്ള റെഫറൻസ് വേരിയബിളിലേക്ക് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് എവരി ക്യാച്ച് ഹാസ് എ പാരാമീറ്റർ. എല്ലാ ക്യാച്ചിനും ഒരു പാരാമീറ്റർ ഉണ്ട്. അത് ഏത് ടൈപ്പ് എക്സെപ്ഷൻ ആണോ ക്യാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈപ്പ് ക്ലാസ്സിലുള്ള ഒരു വേരിയബിൾ, റെഫറൻസ് വേരിയബിൾ ആയിരിക്കും അതിൻ്റെ പാരാമീറ്റർ. ഇപ്പം ക്യാച്ചിൻ്റെ അകത്തുള്ളത് എക്സെപ്ഷൻ ടൈപ്പിലുള്ള ഒരു പാരാമീറ്റർ. അപ്പോൾ ഇവിടെ ട്രൈ ബ്ലോക്കിൻ്റെ അകത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന എക്സെപ്ഷൻ ഓബ്ജക്റ്റിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാച്ച് ബ്ലോക്ക് ക്യാച്ച് ചെയ്ത് അതിൻ്റെ അകത്ത് ആ പാരാമീറ്ററിൻ്റെ അകത്ത് അത് റിസീവ് ചെയ്ത് വെക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഡ് സീക്വൻസിൽ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ പ്രോഗ്രാം തന്നെ ടെർമിനേറ്റ് ചെയ്തു പോകും. അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അവനെ ഉടനെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ആയിക്കോളും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈയും ക്യാച്ചും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് അൺകോട്ട് എക്സെപ്ഷൻസിൻ്റെ ഒരു എക്സെപ്ഷൻസ് ആണ്. പിടിക്കപ്പെടാത്ത ഒരു എക്സെപ്ഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കിക്കേ, ഇൻറ്റ് ഡി സിക്കൽ 0, ഇൻറ്റ് എ സിക്കൽ 42/d. മനഃപൂർവ്വം ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടാക്കുകയാണ്. ഡിവിഷൻ ബൈ 0 അപ്പം അത് ആ ഉണ്ടാകുന്നത് അരിത്മെറ്റിക് എററാണ്, ഡിവിഷൻ ബൈ 0 എറർ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രീഡിഫൈൻഡ് എക്സെപ്ഷൻ ക്ലാസിൻ്റെ പേരാണ് അരിത്മെറ്റിക് എക്സെപ്ഷൻ. പണ്ട് ആദ്യമേ ഞാൻ കുറച്ചു കാലം മുമ്പ് പറഞ്ഞിരുന്നു, ഓൾ ക്ലാസ് നെയിം ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. എല്ലാ ക്ലാസ് നെയിംസും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇഫ് എ ക്ലാസ് നെയിം ഹാസ് മോർ ദാൻ വൺ നെയിം, then all names should start with capital letter. If a class name has more than one name, then all names should start with a capital letter. ഒന്നിൽ കൂടുതൽ പേരുകൾ ഒരു ക്ലാസ്സിനുണ്ടെങ്കിൽ ആ പേരുകളുടെ എല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു നിയമം. ഈ ഡിവിഷൻ ബൈ 0 എറർ എന്ന് പറയുന്ന അരിത്മെറ്റിക് എററാണ്. അതുകൊണ്ട് തന്നെ ആ എക്സെപ്ഷൻ ക്ലാസിൻ്റെ പേര് അരിത്മെറ്റിക് എക്സെപ്ഷൻ എന്നാണ്. ക്ലാസിൻ്റെ പേര് അരിത്മെറ്റിക് എക്സെപ്ഷൻ. അതുകൊണ്ടാണ് അരിത്മെറ്റിക് എക്സെപ്ഷൻ. നോക്കിക്കേ, എ ക്യാപിറ്റലാണ്, ഇയും ക്യാപിറ്റലാണ്, രണ്ട് നെയിമാണ്, പക്ഷേ രണ്ടിൻ്റെയും ലെറ്റേഴ്സ് ആദ്യത്തെ ലെറ്റേഴ്സ് ക്യാപിറ്റലാണ്. അടുത്തത്, ഓൾ എക്സെപ്ഷൻ ക്ലാസസ് വിൽ എൻഡ് വിത്ത് എക്സെപ്ഷൻ നെയിം. എക്സെപ്ഷൻ നെയിം അതായത് എല്ലാ ക്ലാസിൻ്റെ അവസാനത്തെ പേര്, ആ നെയിമിൻ്റെ അവസാനത്തെ പേരെന്ന് പറയുന്ന ക്ലാസ് നെയിം എന്ന് പറയുന്നത് എക്സെപ്ഷൻ ആയിരിക്കും. അരിത്മെറ്റിക് എക്സെപ്ഷൻ, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബൗണ്ട്സ് എക്സെപ്ഷൻ, സെക്യൂരിറ്റി എക്സെപ്ഷൻ, IO എക്സെപ്ഷൻ, ഏത് എക്സെപ്ഷൻ ക്ലാസ് എടുത്താലും ലാസ്റ്റത്തെ നെയിം എന്ന് പറയുന്നത് എക്സെപ്ഷൻ അതായിരിക്കും. ഓൾ ദീസ് എക്സെപ്ഷൻ ക്ലാസസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ലാങ് പാക്കേജസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട്
ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒറ്റ പാക്കേജേ ഉള്ളൂ, ലാങ്, LING. ആ ലാങ് പാക്കേജിലാണ് നമ്മുടെ എക്സെപ്ഷൻസ് എല്ലാം കിടക്കുന്നത്. എല്ലാ എക്സെപ്ഷൻ ക്ലാസ്സുകളും ലാങ് പാക്കേജിൻ്റെ അകത്ത്. അതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ എക്സെപ്ഷൻ ക്ലാസ്സുകളും അവിടെ അവൈലബിൾ ആയിരിക്കും, കറണ്ട് പാക്കേജിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് മാനുവലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഇപ്പം എക്സെപ്ഷൻ ഒക്കർ ചെയ്യും ഉറപ്പാണ്, പക്ഷേ അത് ക്യാച്ച് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളിവിടെ പറയാൻ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അൺകോട്ട് എക്സെപ്ഷൻ. ഇത് അൺകോട്ട് എക്സെപ്ഷനാണ്, പിടിക്കപ്പെടാത്ത എക്സെപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴത്തേനും ദ എക്സിക്യൂഷൻ വിൽ ടെർമിനേറ്റ് ഓട്ടോമാറ്റിക്കലി. ഇത് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിഫോൾട്ടായിട്ടുള്ള ജാവയുടെ എക്സെപ്ഷൻ ഹാൻഡിലർ, എക്സെപ്ഷൻ ഹാൻഡിലിങ്ങിൽ യൂസർ 5 കീവേഡ് ഉപയോഗിച്ച് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്നു. നമ്മൾ ചെയ്തില്ല എങ്കിൽ ഈ കേസിൽ ജാവയുടെ ഒരു എക്സെപ്ഷൻ ഡിഫോൾട്ടായിട്ടുള്ള എക്സെപ്ഷൻ ഹാൻഡിലർ ഉണ്ട്. ആ എക്സെപ്ഷൻ ഹാൻഡിലർ ഉണ്ടായ എക്സെപ്ഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ കാണിക്കും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, java.lang.arithmetic exception ഉണ്ടായ എക്സെപ്ഷൻ്റെ പേര് അരിത്മെറ്റിക് എക്സെപ്ഷൻ, ഡിവിഷൻ ബൈ 0 ആണ് ഉണ്ടായത്. അത് മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഇത്രാമത്തെ 4ാമത്തെ ലൈനിലാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്യും. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് terminating program execution, we use these keywords to handle the runtime exception. അപ്പം പ്രോഗ്രാം ടെർമിനേഷൻ കൂടാതെ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റൺ ടൈം എറേഴ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈയും ക്യാച്ചും എല്ലാം നമ്മൾ ഉപയോഗിച്ച് 5 കീവേഡ്സ് ഉപയോഗിച്ച് നമ്മൾ ഹാൻഡിലിംഗ് നടത്തുന്നത്. അപ്പോൾ 2 കീവേഡ്സിൻ്റെ ഉപയോഗം ഞാനൊന്ന് സൂചിപ്പിച്ചു. ട്രൈ ഈസ് യൂസ് ടു ക്രിയേറ്റ് എ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു മോണിറ്ററിന് വേണ്ടിയിട്ടാണ്, എക്സെപ്ഷൻസ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്യുന്നു. ക്യാച്ച് ഈസ് യൂസ് ടു ക്യാച്ച് ദ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ഇൻ ദ കോഡ് സീക്വൻസ്. ഉണ്ടായാൽ, എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കിക്കേ. മുമ്പത്തെ സെയിം പ്രോഗ്രാം ഇവിടെ ഇപ്പം ട്രൈ ബ്ലോക്കിലാക്കി. ട്രൈ ഇപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അറിയാം. ഇപ്പോൾ ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ദീസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പുട്ട് ഇൻസൈഡ് എ ട്രൈ ബ്ലോക്കിൻ്റെ അകത്താക്കി. ഇപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നോ അതർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ എക്സിക്യൂട്ട് വിത്തൗട്ട് ക്യാച്ചിങ് ദാറ്റ് എക്സെപ്ഷൻ ഓബ്ജക്റ്റ്. എവിടെയെങ്കിലും ഒരു കോഡ് സീക്വൻസിൽ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ ക്യാച്ച് ചെയ്യാതെ പിന്നെ വേറെ ഒരു സ്റ്റേറ്റ്മെൻറ്റും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആയി പോകുന്നത്, ക്യാച്ച് ചെയ്യത്തില്ലെങ്കിൽ. ഇപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. A=42/D, D0 ആയതുകൊണ്ട് ഇവിടെ ഡിവിഷൻ ബൈ 0 എറർ. അരിത്മെറ്റിക് എക്സെപ്ഷൻ ഇവിടെ ഒക്കർ ചെയ്യും. ഇവിടെ ക്യാച്ച് ചെയ്യാത്തത് കൊണ്ട് the following statement will not be printed. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. കാരണം ഇവിടെ ഉണ്ടാകുന്ന എക്സെപ്ഷൻ ഓബ്ജക്റ്റിനെ ക്യാച്ച് ചെയ്യാത്തത് കൊണ്ട്. ഇതിന് ശേഷമാണ് ക്യാച്ച് ചെയ്യുന്നത്. ക്യാച്ച് അരിത്മെറ്റിക് എക്സെപ്ഷൻ E ഉണ്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടായ എക്സെപ്ഷൻ ഓബ്ജക്റ്റിനെ ഇങ്ങോട്ട് ക്യാച്ച് ചെയ്യും. ഇപ്പോൾ ക്യാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി system.out.println division by 0. സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ എക്സിക്യൂട്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ അതിന് മുമ്പിലുള്ളത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ബിക്കോസ് ദ എക്സെപ്ഷൻ ഓബ്ജക്റ്റ് ഹാസ് കോട്ട് ഓൺലി ആഫ്റ്റർ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് അതിനെ ക്യാച്ച് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ കിട്ടാത്തത്. അപ്പോൾ ഇവിടെ ഫൈനലായിട്ട് ഡിസ്പ്ലേ കിട്ടുന്നത് ഈ ക്യാച്ച് ചെയ്തതിന് ശേഷം മാത്രമുള്ളതായിരിക്കും. അതാണ് അതിന് ശേഷമാണ് system.out.println division by 0, system.out.println ആഫ്റ്റർ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഈ രണ്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ക്യാച്ചിന് ശേഷമാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ആ 2 പ്രിൻ്റ് ആവും. അതിന് മുമ്പിലുള്ളത് ക്യാച്ചിന് മുമ്പ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്യത്തില്ല.